ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ജോഗ്രഫി ആണ് കേട്ടോ. NCERT-യിലെ ജോഗ്രഫിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കാണാത്ത ആൾക്കാരെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ പറയാനായിട്ട് പോകുന്നത് ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറോസ്തനീസ് ആണ്. ആരാണ്? ഇറോസ്തനീസ് ആണ്. ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറോസ്തനീസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറോസ്തനീസ് ആണ്. ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ജിയോ എന്താണ്? ഭൂമി. അതുപോലെ തന്നെ ഗ്രാഫോസ്, വിവരണം എന്നിവയിൽ നിന്നാണ് ജോഗ്രഫി, ഭൂമിശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ജിയോ അല്ലെങ്കിൽ ഭൂമി, ഗ്രാഫോസ്, വിവരണം എന്നിവയിൽ നിന്നാണ് ജോഗ്രഫി, ഭൂമിശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടത്. ഏതൊരു വിഷയത്തിന്റെയും പഠനത്തിന് ചില സമീപനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഏതൊരു വിഷയത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ചില സമീപനങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വ്യവസ്ഥാപിത സമീപനവും അതുപോലെ തന്നെ മേഖലാ സമീപനവും. എന്താണ് വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുന്നത്? ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ വൺ ഹംബോൾട്ട് ഈ സമീപനം ആവിഷ്കരിച്ചത്. അപ്പൊ ഒരു ഭൂമിശാസ്ത്ര പഠനത്തിന്റെ രീതി തന്നെയാണിത്. ഒരു ഭൂമിശാസ്ത്ര പഠനത്തിന്റെ രീതി തന്നെയാണിത്. ഇതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രദേശത്ത് നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ് പഠനം എന്നിരിക്കട്ടെ. ആദ്യഘട്ടത്തില് ലോകത്താകമാനമുള്ള നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാവും പഠനം. തുടർന്ന് മധ്യരേഖ മഴക്കാടുകൾ, ശുചിത്തല കാടുകൾ, അതായത് സ്തൂപിക ഗ്രവനങ്ങൾ, മൺസൂൺ വനങ്ങൾ എന്നിവയിൽ ഏതാണ് ആ പ്രദേശത്ത് വളരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യുകയും അതിന്റെ അതിർത്തി നിർണ്ണയിക്കുകയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ എന്താണ്? അതായത് ഒരു പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ് പഠനമെന്നിരിക്കട്ടെ. ആദ്യഘട്ടത്തിൽ ലോകത്താകമനമുള്ള നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചായിരിക്കും പഠനം. തുടർന്ന് മധ്യരേഖ മഴക്കാടുകള്, സൂചിത്തല കാടുകള്, അതുപോലെ തന്നെ സ്തൂപിക ഗ്രവനങ്ങൾ, മൺസൂൺ വനങ്ങൾ എന്നിവയിൽ ഏതാണ് ആ പ്രദേശത്ത് വളരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യുകയും അതിന്റെ അതിർത്തി നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അടുത്തെന്ന് പറയുന്നത് മേഖലാ സമീപനം എന്താണ്? ഹംബോൾട്ടിന്റെ സമകാലികനായ കാൾ റിട്ടർ എന്ന മറ്റൊരു ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനാണ് ഈ സമീപനത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ഭൂമിശാസ്ത്രമാണ്, വലിയ സുഖമുള്ള ടോപ്പിക് ഒന്നും അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബോറടിക്കുന്നതാണ്. അപ്പൊ ആവശ്യമുള്ളത് മാത്രം പഠിക്കുക കേട്ടോ. അപ്പൊ ഈ സമീപനത്തില് ലോകത്തെ പല മേഖലകളിലായി തിരിച്ച് അതിൽ ഓരോ മേഖലയിലുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മേഖലകൾ പ്രകൃതിയത്താലോ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ നിശ്ചയിക്കപ്പെട്ടത് ആകാം. ആരംഭകാലം മുതൽക്ക് തന്നെ ദ്വൈത സമീപനം എന്താണ്? ഡുവലിസം ഭൂമിശാസ്ത്രത്തിന്റെ സവിശേഷതയാണ്. ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുക്കളെ ആശ്രയിച്ചായിരുന്നു ഈ സമീപനം. ആദ്യകാലം ഭൂമിശാസ്ത്രജ്ഞന്മാരൊക്കെയും ഭൗതിക ഭൂമിശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചവരായിരുന്നു. എന്നാൽ മനുഷ്യര് ഭൂമിയിൽ അവിഭാജ്യ ഘടകമാണ്. സാംസ്കാരിക വികസനത്തിലൂടെ മനുഷ്യനും പരിസ്ഥിതിയിൽ സംഭാവന നൽകിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യ പ്രവർത്തനങ്ങൾ പ്രാമുഖ്യം നൽകുന്ന മാനവ ഭൂമിശാസ്ത്രം രൂപം കൊണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇത് വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത എന്താണ്? ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ ഏതൊക്കെയാണ്? വ്യവസ്ഥാപിത സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ എന്ന് പറയുന്നത് ഭൗതിക ഭൂമിശാസ്ത്രം. എന്താണ്? ഭൗതിക ഭൂമിശാസ്ത്രം. അപ്പൊ നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകളെ വ്യവസ്ഥാപിത സമീപന പ്രകാരം. അപ്പൊ ഇതില് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ഭൗതിക ഭൂമിശാസ്ത്രം ഭൗതിക ഭൂമിശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഭൗതിക ഭൂമിശാസ്ത്രം, ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം. ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പൊ എന്താണ് ആദ്യത്തെ നോക്കാം. ഇപ്പൊ ഭൗതിക ഭൂമിശാസ്ത്രത്തിലെ ആദ്യത്തെ വരുന്നത് കാലാവസ്ഥാ ശാസ്ത്രമാണ്. എന്താണ് കാലാവസ്ഥാ ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അന്തരീക്ഷ ഘടന, കാലാവസ്ഥാ ഘടകങ്ങൾ, കാലാവസ്ഥ, വിവിധതരം കാലാവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള പഠനം. എന്താണ് കാലാവസ്ഥാ ശാസ്ത്രം? അതായത് അന്തരീക്ഷ ഘടന, കാലാവസ്ഥാ ഘടകങ്ങള്, കാലാവസ്ഥ, വിവിധതരം കാലാവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് കാലാവസ്ഥാ ശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തത് ഭൂരൂപീകരണ ശാസ്ത്രം. ഞാനിവിടെ എഴുതാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ, നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. ഭൂരൂപീകരണ ശാസ്ത്രം. രൂപീകരണ ശാസ്ത്രം എന്താണ്? ഭൂരൂപങ്ങൾ, അവയുടെ പരിണാമം, അതോടനുബന്ധിച്ചിട്ടുള്ള പ്രക്രിയകൾ എന്നിവയെ കുറിച്ചുള്ള പഠനം. എന്താണ് രൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്? ഭൂരൂപങ്ങൾ, അവയുടെ പരിണാമം, അവയോടനുബന്ധിച്ചിട്ടുള്ള പ്രക്രിയകൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ്. എന്താണ് ജലശാസ്ത്രം? ജലശാസ്ത്രം എന്ന് വെച്ചാൽ നദികള്, കുളങ്ങള്, തടാകങ്ങള്, സമുദ്രങ്ങള്, മറ്റ് ജലാശയങ്ങൾ എന്നിവ ഉൾപ്പെട്ടു
ഭൗമോപരിതലത്തിലെ ജലമണ്ഡലത്തെക്കുറിച്ചും അവ മനുഷ്യ ജീവിതത്തിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമുള്ള പഠനമാണ്. എന്താണ്? അതായത് നദികള്, കുളങ്ങള്, തടാകങ്ങൾ, സമുദ്രങ്ങൾ, മറ്റു ജലാശയങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഭൗമോപരിതലത്തിലെ ജലമണ്ഡലത്തെ കുറിച്ചും അവ മനുഷ്യ ജീവിതത്തിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനങ്ങളെ കുറിച്ചുമുള്ള പഠനം. ഓക്കെ, മണ്ണ് ഭൂമിശാസ്ത്രം എന്താണ്? മണ്ണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് മണ്ണിന്റെ രൂപീകരണം, മണ്ണിനങ്ങൾ, മണ്ണിന്റെ വളക്കൂറ്, വിതരണം, മണ്ണിന്റെ ഉപയോഗം എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് മണ്ണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഭൂമിശാസ്ത്രം എന്താണ്? രാഷ്ട്രീയ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് രാജ്യ അതിർത്തികള്, നിയോജക മണ്ഡലങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കല്, തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം, അയൽ രാഷ്ട്രീയ യൂണിറ്റുകളുമായിട്ടുള്ള സ്ഥാനീയ ബന്ധം എന്നിവ പഠിക്കുന്ന ഈ ശാഖയില് ഓരോ ഇടത്തെയും രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് വ്യവസ്ഥാപിത സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകളായിട്ട് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? മാനവിക ഭൂമിശാസ്ത്രം. മാനവിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ വരുന്നത് സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രമാണ്. സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്താണ്? സമൂഹം, സമൂഹത്തിന്റെ ചലനാത്മകത, സമൂഹത്തിന്റെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ജനസംഖ്യ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും എന്താണ്? അതായത് ജനസംഖ്യാ വളർച്ചാ വിതരണം, സാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം, കുടിയേറ്റം, തൊഴിൽ ഘടന തുടങ്ങിയവയെ കുറിച്ചാണ് ജനസംഖ്യാ ഭൂമിശാസ്ത്രം പഠിക്കുന്നതെങ്കിൽ നാഗരിക ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ സവിശേഷതകളാണ് വാസസ്ഥല ഭൂമിശാസ്ത്രവും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് അടുത്ത് എന്ന് പറയുന്നത് സാമ്പത്തിക ഭൂമിശാസ്ത്രം. എന്താണ്? കൃഷി, വ്യവസായം, വിനോദസഞ്ചാരം, വാണിജ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ, സേവനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ഭൂമിശാസ്ത്രം. ചരിത്ര ഭൂമിശാസ്ത്രം എന്താണ്? വിവിധ പ്രദേശങ്ങൾ ഇന്ന് കാണുന്ന വിധത്തിലായി മാറിയതിന് പിന്നിലെ ചരിത്രപരമായ കാരണങ്ങൾ പഠിക്കുന്നു. ഭൗമ സവിശേഷതകൾക്കുണ്ടാവുന്ന കാലികമായ മാറ്റങ്ങളും ചരിത്ര ഭൂമിശാസ്ത്രത്തിന്റെ പരിധിയിൽ പെടുന്നു. ഓക്കെ, ഇത്രയാണ് മാനവിക ഭൂമിശാസ്ത്രം. ജൈവ ഭൂമിശാസ്ത്രം എന്താണ്? സസ്യഭൂമിശാസ്ത്രം അല്ലെ. അതായത് പ്രകൃതിയത്താലുള്ള സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും അവയുടെ സ്ഥാനീയ വിതരണ രീതിയെയും കുറിച്ചുള്ള പഠനം. ഓക്കെ, ജന്തുഭൂമിശാസ്ത്രം എന്താണ്? ജന്തുഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ജന്തുക്കളുടെയും അവയുടെ വാസസ്ഥലങ്ങളുടെയും സ്ഥാനാനുസൃത വിതരണ രീതികൾ, അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളെയും കുറിച്ചുള്ള പഠനം. ഓക്കെ, പരിസ്ഥിതി ഭൂമിശാസ്ത്രം എന്താണ്? അത് ഭൂ അപചയം, മലിനീകരണം തുടങ്ങിയ ആഗോള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുമുള്ള ഉത്കണ്ഠയിൽ നിന്നാണ് പരിസ്ഥിതി ഭൂമിശാസ്ത്രം എന്ന പുതിയ ഭൂമിശാസ്ത്ര ശാഖ ജന്മമെടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കേട്ടോ ഇതിൽ പറയാനായിട്ടുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എന്താണ്? ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ മേഖലാ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുണ്ട്. ഭൂപ്രദേശം, പ്രാദേശിക വികസനം, പ്രാദേശിക വിശകലനം, അതുപോലെ തന്നെ പ്രാദേശിക ആസൂത്രണം. ഓക്കെ, ഇതിൽ വരുന്നത് എന്താണ്? ഭൂപ്രദേശ പഠനത്തില് വിസ്തൃത മേഖല പഠനം, സാമാന്യ വിസ്തൃത മേഖലാ പഠനം, സൂക്ഷ്മ മേഖലാ പഠനം. ഓക്കെ, പ്രാദേശിക ആസൂത്രണം എന്നാൽ എന്താണ്? ഗ്രാമാസൂത്രണം, അതുപോലെ തന്നെ നഗരാസൂത്രണം. ഓക്കെ, അടുത്തത് ഇതിൽ വരുന്നത് നമ്മുടെ ശിലാമണ്ഡലം അല്ലെ, ശിലാമണ്ഡലം, ഭൂരൂപങ്ങൾ, നീരൊഴുക്ക്, പ്രകൃതി, അന്തരീക്ഷം, അതിലുള്ള ഘടകങ്ങള്, കാലാവസ്ഥയുടെയും അന്തരീക്ഷ സ്ഥിതി ഘടകങ്ങളുടെയും നിയന്ത്രണങ്ങളും, താപനില, മർദ്ദം, കാറ്റുകൾ, വർഷണം, കാലാവസ്ഥ ഇനങ്ങൾ തുടങ്ങിയവ, ജലമണ്ഡലം, സമുദ്രങ്ങൾ, കടലുകൾ, തടാകങ്ങൾ, അവയോടനുബന്ധിച്ചുള്ള ജലമേഖലകൾ. ജൈവമണ്ഡലം എന്താണ്? മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജൈവരൂപങ്ങളും സംവിധാനങ്ങളും, ആഹാര ശൃംഖല, അതുപോലെ തന്നെ ആവാസ മാനദണ്ഡങ്ങളും ആവാസ സന്തുലനവും, ഇവയെ കുറിച്ചുള്ള പഠനമാണ് ഭൗമിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പെഡോജനസിസ് എന്താണ്? പെഡോജനസിസ് അല്ലെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പെഡോജനസിസ് എന്താണ്? മണ്ണ് രൂപം കൊള്ളുന്നത് അല്ലെ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? പെഡോജനോസിസ് എന്നാണ് പറയുന്നത്. ഇത് മാതൃശിലകൾ, കാലാവസ്ഥ, ജൈവ പ്രവർത്തനങ്ങൾ, സമയം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മാതൃശിലകള്, കാലാവസ്ഥ, ജൈവ പ്രവർത്തനങ്ങള്, സമയം. ഓക്കെ, അപ്പൊ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മാതൃശിലകള്, കാലാവസ്ഥ, ജൈവ പ്രവർത്തനങ്ങൾ, സമയം. ഓക്കെ, അതുപോലെ തന്നെ സമയം, അതേപോലെ കാലമാണ് മണ്ണിന് പാകത വരുത്തുന്നതും മൺപാളികളെ രൂപം കൊള്ളുന്നതിന് കാരണമാവുന്നത്. മേൽപ്പറഞ്ഞ ഓരോ ഘടകങ്ങളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കുന്നത് ഭൂരൂപങ്ങളാണ്. സമതലങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. പീഠഭൂമികൾ വനങ്ങളും ധാതുസമ്പത്തും പ്രദാനം ചെയ്യുന്നു. പർവ്വതങ്ങൾ പുൽമേടുകളുടെയും വനങ്ങളുടെയും വിനോദസഞ്ചാര സാധ്യതകളുടെയും താഴ്ന്ന പ്രദേശങ്ങൾ ജലം പ്രദാനം ചെയ്യുന്ന നദികളുടെയും ഉത്ഭവ കേന്ദ്രമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂമിശാസ്ത്രം എന്നുള്ളതിനെ കുറിച്ച് ഒരു
ഓക്കെ, അപ്പൊ എന്താണ് ഭൂമിശാസ്ത്രം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രശസ്തമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഭൗമോപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം. ആരാണ് പറഞ്ഞിട്ടുള്ളത്? റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ് പറഞ്ഞിട്ടുള്ളത്. റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒന്നുകൂടെ വായിക്കാം. ഭൗമോപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം. ഓക്കെ, ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. ആരാണ് പറഞ്ഞത്? ഹെറ്റ്നർ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഭൗമോപരിതലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. ഓക്കെ, ഓക്കെ, അപ്പോ ഇതില് ഫസ്റ്റത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കേട്ടോ ഈ ജോഗ്രഫിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതില് ഇത്രേ പറയാനായിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് ഇത്രേ പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമുക്കിനി അടുത്തത് ഇതിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നോക്കണം. അതെന്തായാലും നമുക്ക് വേറൊരു ദിവസം നോക്കാം. ഇത് വലിയ സുഖമുള്ളൊരു ടോപ്പിക് ഒന്നും അല്ല. നമുക്ക് നല്ല രീതിയിൽ ബോറടിക്കും. പക്ഷെ എന്നാൽ കൂടി നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക. കാരണം ഇപ്പോൾ ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ വേറൊരു ദിവസം ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞാൻ വരാം കേട്ടോ. താങ്ക് യു.